വണക്കം ഫ്രം ചെന്നൈ സൺഡേ ടോക്സ്. ഡോക്ടർ, എഞ്ചിനീയർ, ലെക്ചർ, ടീച്ചർ, ഇത്രയും മാത്രമാണ് കുട്ടിക്കാലം മുതലേ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് വിരലിലെണ്ണാവുന്ന പ്രൊഫഷൻസ്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ആകണം എന്നുള്ളതാണ് അവർ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ചെറുപ്പം മുതലേ നമ്മൾ അതും കേട്ടാണ് വളരണത്. അപ്പോൾ നമ്മുടെ വിചാരം വേറെ ഒരു പ്രൊഫഷനൊന്നും ഇല്ല, എത്രയേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം പ്രൊഫഷൻ ഉണ്ടെന്ന് മനസ്സിലാവണതും അയ്യോ അതാവാമായിരുന്നു ഇതാവാമായിരുന്നു എന്നൊക്കെ ഇപ്പം നമുക്ക് ചിന്തിക്കണം. നമുക്ക് കംഫർട്ടായിട്ടുള്ള പ്രൊഫഷൻ ഏതാണ്? എല്ലാം നമുക്ക് കംഫർട്ട് ആവണമെന്നില്ല അല്ലേ. ചിലത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് സെറ്റിനും നമ്മുടെ കംഫർട്ടിനും നമ്മുടെ ചിന്തയ്ക്കും ഒത്ത പ്രൊഫഷൻസ് വേറെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഫോഴ്സ്ഫുള്ളി പഠിക്കുന്നത് നമ്മുടെ പേരൻസ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിരലിലുണ്ടാകുന്നത് നമുക്ക് അറിയുന്നത് മാത്രം. പിന്നെ ഇതിൽ നിന്നും അപ്പാർട്ട് ഫ്രം ദിസ് ആർമി, നേവി, മിലിറ്ററി, എയറോസ്റ്റസ്, ഏവിയേഷൻ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അറിയാൻ വഴിയുണ്ടോ ഇങ്ങനെയും പ്രൊഫഷൻസ് ഉണ്ട് എന്നുള്ളത്. അല്ലാതെ നമ്മൾ കൂടുതൽ അന്നത്തെ കാലത്ത് വൈഡ് നോളേജിലേക്ക് പോയാൽ മാത്രമേ ഇങ്ങനെയൊക്കെ വേറെയും പ്രൊഫഷൻ ഉണ്ടെന്ന് അറിയാൻ വഴിയുള്ളൂ. അല്ലാതെ നോ ചോയ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഡിസ്റ്റൻറ്റ് ഫാമിലിയിൽ ഒരു എയറോസ്റ്റസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഇതും മറ്റുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എയറോസ്റ്റസ് ആവണം എന്നുള്ളത്. ഒരിടയ്ക്ക് അമ്മയ്ക്ക് സർജറിക്ക് പോയപ്പോൾ ഒരു സിസ്റ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മിനി ഡ്രസ്സും സ്റ്റോക്കിങ്സും അടപ്പും കട്ഷും ഒക്കെ കാണുമ്പോൾ നേഴ്സായാലോ എന്ന് വരെ ആലോചിക്കും. പക്ഷേ പേരൻസിന് ചില പ്രൊഫഷനൊന്നും ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ അച്ഛനെ നേഴ്സാവണത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാര്യം ശരിയാ, ഏഞ്ചലാണ്, മാലാഖയാണ് എല്ലാം പറഞ്ഞാലും ചില പേരൻസിന് നമ്മുടെ മക്കൾ വേറെ ആൾക്കാരെ പോയിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതും ഊണ്ട് തുടച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതൊന്നും എല്ലാവർക്കും പേരൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ തന്നെ എയറോസ്റ്റസ് ആയാലും ഫ്ലൈറ്റിൽ അവർ ചെയ്യുന്നത് എന്താ, ലൈറ്റായിട്ടൊക്കെ നമ്മൾ സെർവൻസ് ചെയ്യുന്ന പണികൾ തന്നെയാണ്. നമ്മൾ കഴിച്ച ഫുഡും അത് ഐറ്റംസും എല്ലാം ഇവരൊരു കാർട്ട് കൊണ്ടുവരുന്നു, അതിൽ വയ്ക്കുന്നു, അവരത് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ചില പേരൻസ് അത് ഇഷ്ടപ്പെടില്ല, മക്കൾ ഈ പണി ചെയ്യുന്നത്. കാണുമ്പോൾ നല്ല ഹൈഫൈ ജോലിയൊക്കെ ആയിരിക്കാം, ഹൈഫൈ സാലറി ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പേരൻസ് പറയുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ നിൽക്കും അല്ലേ. പേരൻസ് പറയണേ ആ ജോലി വേണ്ട, ഇത് കൊള്ളില്ല, അത് കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, അച്ഛൻ പറയണോ അല്ലെങ്കിൽ അമ്മ പറയണോ, ഓക്കെ അതനുസരിച്ച് നിൽക്കാം. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ഡീസൻറ്റ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ടീച്ചിങ് ജോബായിരുന്നു. അതനുസരിച്ച് ഞാൻ ടീച്ചറാവും ചെയ്തു. എൻ്റെ പ്രൊഫഷൻ ടീച്ചറുമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ വളരെ പീസ്ഫുള്ളായിട്ട് പേരൻസിനും സമാധാനം, നമുക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം എന്നുള്ള പോലെ ജീവിച്ചു പോന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് കുട്ടികൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിലൂടെ വന്ന് സംസാരിക്കുന്നവരാണ്. അവരൊന്നും സർട്ടിഫൈഡ് അല്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. കാരണം ഇവർ ജനിച്ച മുൽക്കൊണ്ട് കാണുന്നവരെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ ജനിച്ച മുൽക്കൊണ്ട് കാണുന്നത് ഞങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സായ, ഞങ്ങളുടെ മെൻറ്റേഴ്സായ, ഞങ്ങളുടെ വെൽവിഷേഴ്സായ നമ്മുടെ പേരൻസ് തന്നെ, അല്ലെങ്കിൽ ഫാമിലിയിലെ അതർ സീനിയർ മെമ്പേഴ്സ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ജനിച്ചതും കാണുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അല്ലേ. അതുകൊണ്ട് അവർ എന്ത് പറഞ്ഞാലും ഇവരനുസരിക്കും. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനിച്ച മുൽക്കൊണ്ട് കാണുന്നത് ഇവരാണ്. ഇവരത് പറയണോ ഇത് പറയണോ എന്തൊക്കെയൊക്കെയോ പറയണോ. അപ്പോൾ ഇതെല്ലാം കേട്ട് അവരങ്ങനെയാണ് വളരണത്. പക്ഷേ നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഇല്ലാത്ത കാലഘട്ടം മുതൽ കൊണ്ട് 5G ഫോണിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, മൈന്യൂട്ട് ട്രാൻസ്ഫോർമേഷനിൽ നിന്നും മേജർ ട്രാൻസ്ഫോർമേഷൻ വരെ കണ്ട ആൾക്കാരാണ് ഈ 80s 90s അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസ് അറിയാം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കുട്ടികൾ ജനിച്ച മുൽക്കൊണ്ട് കാണുന്നത് 5G ഫോണാണ്. അപ്പോൾ അവർക്ക് ആ ഫോൺ ഇല്ലാത്ത കാലഘട്ടവും അന്ന് നമ്മൾ അനുഭവിച്ച ആ സുഖമൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരാൾക്കേ കഴിയുള്ളൂ, ഇൻഫ്ലുവൻസേഴ്സിന്. കാരണം ഇവർ പേരൻസ് പറയണത് അനുസരിക്കുന്നില്ല. അവർക്ക് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതാണ് വേദവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നതും അവർ പറയണ പോലെയാണ് അവരനുസരിക്കുന്നത്. ഇവരെന്ത് പറഞ്ഞാലും ഈ സബ്സ്ക്രൈബേഴ്സ് കേൾക്കണമെന്നുള്ള തോന്നൽ വരുമ്പോൾ കഴിയുന്നവരെ ചതിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മൾ ചെയ്യുന്നത് വേറൊരാൾ അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കണോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു 10 പേരെ എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണത്. ഒരാളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മില്യൺ കണക്കിന് ആൾക്കാരിൽ പകുതിയോളം പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളാൽ ഇൻഫ്ലുവൻസ് പെടണമെന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മളത് തെറ്റായിട്ട് ഡൈവേർട്ട് ചെയ്യരുത്. അങ്ങനെ കിട്ടുന്നത് ഭാഗ്യമായതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, നല്ലത് മാത്രം ചെയ്തും കാണിക്കുക. നമ്മളെന്ത് ചെയ്യണോ അതാണ് അവർ ചെയ്യുന്നത്. നമ്മൾ എന്ത് തേക്കുന്നോ സ്കിന്നിൽ, നമ്മൾ എന്ത് കഴിക്കുന്നോ, ഇതെല്ലാം കണ്ടിട്ടാണ് ഇവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പേരൻസ് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. കാലമൊക്കെ മാറി. പേരൻസിന് പേടിയാണ് കൂടുതൽ ഉപദേശിക്കാനും ചീത്ത പറയാനും. കാലഘട്ടം മാറി. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, കുട്ടികളിലെ ലിപ്സ്റ്റിക് ഉപയോഗം എന്ന്. അതിൽ ശ്രീ വന്ന് കമൻറ്റ് ഇട്ടു, ഈ സബ്സ്ക്രൈബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത് അനുസരിക്കുന്നതും അവരോട് ഡൗട്ട്സ് ചോദിക്കുന്നതും. അതാണ് അതിൻ്റെ സത്യം. ഈ സബ്സ്ക്രൈബേഴ്സ് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വന്തം വീട്ടിലെ സിസ്റ്റേഴ്സായിട്ടാണ്, സ്വന്തം ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടായിട്ടോ ഒക്കെ അത്ര ജെനുവിനായിട്ടും ഇന്നസെൻ്റായിട്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് അത്രയും ഡൗട്ട് ചോദിക്കുന്നത്. ചേച്ചി എനിക്കൊരു ഹായ് തരൂ, ചേച്ചി എനിക്കൊരു എൻ്റെ കമൻറ്റ് പിൻ ചെയ്യൂ ചേച്ചി. അതൊക്കെ എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പറയണതെന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ അതിനെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്താണ്, അവർക്ക് ഇവരൊക്കെ വെറും സബ്സ്ക്രൈബേഴ്സാണ്, എണ്ണം കൂട്ടാനുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രം. അല്ലാതെ ഇവരെയൊക്കെ ഇവർ ജെന്യുവിനായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും വന്നിട്ട് തെറ്റായി പ്രൊമോഷൻ വീഡിയോ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഓരോരുത്തരെയും നമ്മൾ വാല്യൂ കൊടുക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. കാരണം ഈ ഓരോ എന്താ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന മാതിരി ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് മൈറ്റി ഓഷ്യൻ എന്ന് പറയുന്ന പോലെ ഓരോരുത്തരും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മില്യൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും നമ്മൾ വാല്യൂ കൊടുക്കണം. അല്ലാതെ പ്രൊമോഷൻ വീഡിയോ മാത്രം ചിന്തിച്ചുകൊണ്ട് തെറ്റായിട്ട് ഡൈവേർട്ട് ചെയ്യുക, തെറ്റായിട്ടുള്ള സ്ക്രീൻ റുട്ടീൻ കാണിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഫുഡ് ഇൻഫ്ലുവൻസർ ആവുക, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാവെന്ന് വന്ന് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണ്. ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, നല്ലത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് ഇവർ ഇമിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വേണം. പോരാത്തതിന് പേരൻസിനേക്കാളും കൂടുതൽ നമ്മളെയാണ് വിശ്വസിക്കുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതാണ് റിയൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഉത്തരവാദിത്വം കുറച്ച് കൂടും. അത് നമ്മുടെ ബാധ്യതയായിട്ട് എടുക്കരുത്, അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കണം. ആ ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു #. താങ്ക് യു ഫോർ